അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിനായി മിസ്റ്റർ ജിതേന്ദ്ര SH. കൊമ്പും കുഴൽവിളിയും കേരള മുഖ്യന് തലപ്പാവും. ലക്ഷങ്ങളുടെ പന്തലിട്ട് പരാതികൾ വാങ്ങിക്കൂട്ടി. വാങ്ങിയ പരാതികൾ ക്ഷമിക്കണം. സർക്കാരിന്റെ ഭാഷയിൽ അപേക്ഷകൾ എല്ലാം ശരിയാക്കാൻ സർക്കാരിനായോ? കുറേ വർഷങ്ങളായിരുന്നു ഞാൻ സർക്കാർ ഭൂമിയിലാണ് താമസം ഉണ്ടായത്. അപ്പോൾ എനിക്ക് 2-3 വർഷം മുമ്പാണ് എനിക്ക് സർക്കാരിന് പട്ടയം കിട്ടിയത്, 10 സെന്റിന് പട്ടയം കിട്ടിയത്. സമയത്ത് അവർ അപേക്ഷ വിളിക്കും. എനിക്ക് ആ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല, കാരണം വെച്ചാൽ എനിക്ക് പട്ടയം കിട്ടാത്തതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. ഒരു മുഖ്യമന്ത്രിൻ്റെ ഒരു പരിപാടിയിലുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഒരു വീട് കെട്ട് ആയിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു അപേക്ഷ കൊടുത്തതാണ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കാത്തിരുന്ന് കാലം കഴിക്കുകയല്ലാതെ ഈ പാവങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്ഷമ വേണം, സമയമെടുക്കുമെന്ന് പറയുന്ന സർക്കാർ സംവിധാനങ്ങൾ അടിയന്തര ഇടപെടൽ വേണ്ടിടങ്ങളിലും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ മറുപടിയും നൽകുന്നുണ്ട്. നാഷണൽ ഹൈവേന്റെ വികസന പദ്ധതി പ്രകാരം കഴിഞ്ഞ മാർച്ച് മാസത്തിൽ പൈപ്പൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പൈപ്പ് പൊട്ടി എനിക്ക് വേറെ കുടിക്കാൻ വെള്ളമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ വാട്ടർ അതോറിറ്റിയിലേക്ക് പോയിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങളൊന്നല്ല അതിൻ്റെ ആൾ, അത് ഇപ്പോൾ നാഷണൽ ഹൈവേൻ്റെ ആൾ അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾ കയ്യിലൊന്നും ചെയ്യാൻ പറ്റില്ല, അവരവർ ഒഴിഞ്ഞുമാറുകയോ ചെയ്തത്. മുന്നാട് സ്വദേശിനി ശാന്തകുമാരി വർഷങ്ങളായി ഭൂമിയുടെ പട്ടയത്തിനായി കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല. അവസാന പിടിവള്ളിയായ നവകേരള സദസ്സിൽ നിന്ന് കിട്ടിയതോ ഒരു കുഞ്ഞ് SMS. പട്ടയില്ലാത്തതുകൊണ്ട് ഒരു കാര്യം അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഉദ്യോഗസ്ഥർ വിളിക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മെസ്സേജ് മാത്രമാണ് വന്നത്. ആരംഭത്തിലെ അപമാനമായതുകൊണ്ട് ഈ പാവങ്ങൾ ആകെ നിരാശയിലാണ്. നാട്ടുകാരെല്ലാം ഒത്തുകൂടി ചോദിക്കുന്നു, എന്ത് പ്രഹസനമാണ് സർക്കാരെ. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.